അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കിതാബാണല്ലോ ഹശറത്ത് കുത്തുബിലെ അഥവാ 10 കിതാബിലെ 5-ാമത്തെ കിതാബായ അർക്കാനുസ് സ്വലാഹ്. ഇതിൻ്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് മഖ്ദൂമുൽ പൊന്നാനി എന്നവരാണ്. ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് പൊന്നാനിയിൽ തന്നെ. ബഹുമാനപ്പെട്ടവരുടെ കിതാബാണ് നാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. റബ്ബുൽ ആലമീന, സർവ്വലോകരക്ഷിതാവായ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേലുണ്ടാവട്ടെ, അഥവാ മുഹമ്മദിൻ മുത്തനബിയുടെ മേലുണ്ടാവട്ടെ, വാലി അവിടുത്തെ ആലിൻ്റെ മേലുണ്ടാവട്ടെ, വസ്വഹബി അവിടുത്തെ അനുയായിയുടെ മേലുണ്ടാവട്ടെ, അജ്മഈൻ ഈ പറഞ്ഞ എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. വബഅദു. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് ശേഷം, അഥവാ ഈ പ്രാരംഭ മുറകൾക്ക് ശേഷം, ഫൈനി നിശ്ചയം ഞാനെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുസന്നിഫാണ്. ഫൈനി നിശ്ചയം ഞാൻ, ലമ്മാ റഅയ്തു ഞാൻ കണ്ടപ്പോൾ, ബഅദ അസ്ഹാബി എൻ്റെ അനുയായികളിൽ നിന്ന്, എൻ്റെ കൂട്ടുകാർ അനുയായികളിൽ നിന്ന് ഞാൻ ചിലരെ ഞാൻ കണ്ടപ്പോൾ, ഇൽതമസു മിന്നി എന്നിൽ നിന്ന് അവർ തേടി ആവശ്യപ്പെട്ടു. എന്തിനെ? അൻ അജ്മഅലഹും അവർക്ക് ഒരുമിച്ച് കൂട്ടലിനെ, അവർക്കൊരു ഗ്രന്ഥം രചിക്കലിനെ എന്നിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ, അൽ ഫുറൂള നിസ്കാരത്തിൻ്റെ ഫർദുകളെയും, വൽ അബ്ആല നിസ്കാരത്തിൻ്റെ അബ്ആല സുന്നത്തുകളെയും, വസ്സുനന മറ്റു സുന്നത്തുകളെയും, വൽ അയ്ഹാത്തി ഹയ്യാത്ത് സുന്നത്തുകളെയും, ഫിസ്വലവാത്തിൽ ഖംസ് 5 നിസ്കാരത്തിലായിട്ട് ഹയ്യാത്ത് സുന്നത്തുകൾ, അബ്ആല സുന്നത്തുകൾ, നിസ്കാരത്തിൻ്റെ ഫർദുകളൊക്കെ എന്നോട് അവർ ആവശ്യപ്പെട്ടപ്പോൾ, എന്തിനാ അവരിങ്ങനെ ആവശ്യപ്പെടുന്നത്, തേടുന്നത് എന്തിനാ? ലിതകൂന സ്വലാത്തുഹും അവിടെ നിസ്കാരം ആകാൻ വേണ്ടി, സ്വഹീഹത്തൻ സ്വഹിയാകാൻ പറ്റി, ലാ ബാത്തിലത്തൻ ബാത്തിലാകരുത്, സ്വഹിയാകണം, ശരിയാവണം. സ്വഹിയത്ത് പറഞ്ഞാൽ ശരിയാകാൻ, ബാത്തിലാറിന തെറ്റ്. അപ്പോൾ നിസ്കാരമൊക്കെ എന്താവണം? സ്വഹിയാവണം. എന്താകരുത്? ലാ ബാത്തിലത്തൻ അത് ബാത്തിലാകരുത്, തെറ്റാകരുത്. അതിനു വേണ്ടിയും, അതുപോലെ താമത്തൻ പൂർണ്ണമാകാൻ വേണ്ടി, പരിപൂർണമാകാൻ വേണ്ടിയും, പരിപൂർണ്ണമാക്കുക. പിന്നെ എന്താകരുത്? ലാ നാഖിസ്വത്തൻ കുറവാകരുത്, കമ്മിയാകരുത്. നിസ്കാരമൊക്കെ അതിൻ്റെ പരിപൂർണത്തോടു കൂടെ നിസ്കരിക്കാൻ വേണ്ടിയും, അതുപോലെ മഖ്ബൂലത്തൻ അതുതന്നെ സ്വീകരിക്കപ്പെട്ടതായ നിസ്കാരമാണ്, സ്വീകരിക്കപ്പെടണം. ലാ മർദൂദത്തൻ തള്ളപ്പെടരുത്, സ്വീകരിക്കപ്പെട്ട നിസ്കാരമാകണം, തള്ളപ്പെടാൻ പാടില്ല. തള്ളപ്പെടുക നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസല ഉണ്ടാവും. അതിൻ്റെ ഷർത്തുകളും ഫർദുകളും പഠിക്കണ്ടേ, അതുപോലെ അടങ്ങി താമസിക്കണം, അതുപോലെ വുളു എടുക്കണം, നിയ്യത്ത് വെക്കണം, ഔറത്ത് മറക്കും, അങ്ങനത്തെ സംഗതികൾ പഠിച്ചാൽ നിസ്കാരം സ്വീകരിക്കുള്ളൂ. അത് തള്ളപ്പെടരുത്, എന്ത് ചെയ്യണം? സ്വീകരിക്കപ്പെടണം. അതുപോലെ മുഫീദത്തൻ ഫലമുള്ളതാവണം, ലാഭമുള്ളതാവണം. ലാ ഖാസിറത്തൻ പരാജയം നഷ്ടമുള്ളതാകരുത്. എന്താണ്? ഫലമുള്ളതാവണം, ലാഭമുള്ളതാവണം. എന്തുകൊണ്ട് ഇപ്പോൾ മുഫീദാവണം, ഫലം ചെയ്യുന്നതാവണം, താമാവണം, മഖ്ബൂലാവണം, സ്വഹിയാകാൻ പറയാൻ കാരണം ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന കാരണത്തിന് വേണ്ടി. എന്ത്? ഇന്ന സ്വലാത്ത ഇമാദുദ്ദീൻ തീർച്ചയായും നിസ്കാരം ദീൻ്റെ തൂണാണ്, നിസ്കാരം ദീൻ്റെ തൂണാണ്. അപ്പം നിസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ എല്ലാ ക്ലിയറൻസ് വരുത്തിയാണ് മട്ടം പോലെ നിസ്കരിക്കണ്ടേ. ഫമൻ അഖാമഹ ആരെങ്കിലും നിസ്കാരത്തിൽ നിർത്തിയാൽ, ഫഖദ് അഖാമദ്ദീന തീർച്ചയായും ദീനിനെ നിലനിർത്തി. വമൻ തറക്കഹ ആരെങ്കിലും നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ, ഫഖദ് ഹദമദ്ദീന ദീനെ അവന് പൊളിച്ചു എന്ന ഹദീസ് ഉണ്ടായതിന് വേണ്ടി നിസ്കാരം എന്ത് ചെയ്യണം? നല്ല സ്വഹിയായ രൂപത്തിൽ നിസ്കാരം ശരിയാകാൻ വേണ്ടി എന്നോട് എൻ്റെ അനുയായിൽപ്പെട്ട ചില ആളുകൾ ഒരു ഗ്രന്ഥം രചിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.